നമസ്കാരം. ഇന്ത്യയിൽ ആദ്യ കാലഘട്ടങ്ങളിൽ തുടങ്ങിയ ഒരുപാട് ബാങ്കുകളുണ്ട്. ആ ബാങ്കുകളിൽ ഒരു മുൻനിരയിൽ നിൽക്കുന്ന ഒരു ബാങ്കാണ് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പേ ഒരു ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്. കാരണം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഇവർക്ക് ഒരു ബ്രാഞ്ച് ഉണ്ട്. ആ ബ്രാഞ്ചിൽ എനിക്ക് ആദ്യ അക്കൗണ്ട് ഉണ്ടാക്കിയത്. ഇനി IOB ഇപ്പോൾ ലോൺ കൊടുക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന IOBയുടെ കുറച്ച് ബിസിനസ് ലോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്ത് ഞങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അവിടെ ഒരുപാട് ഓൺലൈൻ ലോണുകൾ, ബിസിനസ്സുകൾ, കോഴ്സുകൾ, അനുബന്ധ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഫ്രീ ആയിട്ട് ഇപ്പൊ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അതുപോലെ ഈ ഒരു ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവർ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിൽ കൊടുക്കാം. എനിവേ IOBയുടെ വെബ്സൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ലോണുകൾ കാണാൻ പറ്റും. പലതരത്തിലുള്ള ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പെൻഷൻകാർക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അഗ്രി ട്രാൻസ്പോർട്ടിന് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഹോമിന് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, വെഹിക്കിളിന് ലോൺ ഉണ്ട്, പേഴ്സണൽ ലോൺ ഉണ്ട്, അപ്ലൈ ലോൺ അഗെയിൻസ്റ്റ് ഡെപ്പോസിറ്റിന്റെ പേരിൽ ലോൺ വേറെ കിട്ടും. ജ്വല്ലറി ഉണ്ടെങ്കിൽ അത് ലോൺ എടുക്കാൻ പറ്റും. KCC ലോൺ, വേറെ ലോൺ, ഡയറി ലോൺ, ഒരുപാട് ടൈപ്പ് ലോണുകളുണ്ട്. ഇതിൽ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ഈ പറഞ്ഞ പേഴ്സണൽ ലോൺ ആണ്. നിങ്ങൾക്കും അതായിരിക്കും ഇഷ്ടം, എനിക്കറിയാം. ഇവിടെ നമുക്ക് പ്രോഡക്റ്റ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു PDF ഫയലാണ് ഓപ്പൺ ആയിട്ട് വരിക. ഇതിനകത്ത് കുറെ കാര്യങ്ങളൊക്കെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എത്ര വരെ കിട്ടും? 18 വയസ്സ് കഴിഞ്ഞ ഏതൊരാൾക്കും കിട്ടും. ക്ലീൻ ലോൺ എന്നാണ് IOB ഇതിനകത്ത് പറയുന്നത്. പേഴ്സണൽ ലോണാണ് ക്ലീൻ ലോൺ എന്ന് പറയുന്നത്. 18 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള ഏതൊരാൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ ഒരു ക്ലീൻ ലോൺ പദ്ധതി പ്രകാരം 15 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് കിട്ടും. മാക്സിമം റീപേയ്മെന്റ് 5 വർഷത്തെ കാലാവധിയിൽ 15 ലക്ഷം രൂപ വരെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതിനകത്ത് ഹാസിൽ ഫ്രീ ക്വിക്ക് പ്രോസസിംഗ്, പെട്ടെന്നായിട്ട് നിങ്ങൾക്ക് പ്രോസസിംഗ് കാര്യങ്ങൾ ചെയ്തു തരും. അതുപോലെ തന്നെ നോ ഹിഡൻ ചാർജസ് ഒന്നുമില്ല. ലെസ് പേപ്പർ, കുറച്ച് പേപ്പർ വർക്ക് മാത്രമേ ഉള്ളൂ. കോമ്പറ്റീറ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. പ്രീ ക്ലോഷർ ചാർജ് കാര്യങ്ങളൊന്നുമില്ല. ഇൻട്രസ്റ്റ് ചാർജ് ഓൺ റെഡ്യൂസിംഗ് ബാലൻസ്. അതുപോലെ തന്നെ ലോൺ ക്യാൻ ബി അവൈലബിൾ അറ്റ് എനി ഫോം. ടേം ലോൺ ആയിട്ടോ ക്യാഷ് ക്രെഡിറ്റ് ആയിട്ട് എങ്ങനെ വേണം നിങ്ങൾക്ക് തരും. റോയൽ സ്കീം ലോൺ എന്ന് പറഞ്ഞിട്ട് വേറൊരെണ്ണമുണ്ട്. അത് സാലറീഡ് ആൾക്കാർക്കും ബിസിനസ് മാനൊക്കെയാണ്. നമുക്ക് സെൽഫ് എംപ്ലോയിഡ് ITR ഒക്കെ ഉള്ള ആൾക്കാർക്ക് അതും 15 ലക്ഷം രൂപയാണ്. പക്ഷേ ഇൻകം വേണം. റെഗുലർ ഇൻകം ആയിട്ട് 75,000 രൂപയ്ക്ക് മുകളിൽ വേണം. അത് 84 മാസം വരെ നിങ്ങൾക്ക് കാലാവധി തരും. ഈ 18-നും 60-നും ഇടയിലുള്ള ആൾക്കാർക്ക് തന്നെയാണ്. ബാക്കി എല്ലാ ഫീച്ചേഴ്സും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ 2 ലോൺ ഉണ്ട്. ഒന്ന് റോയൽ സ്കീം ലോൺ ഉണ്ട്, 2 ക്ലീൻ ലോൺ സ്കീം ഉണ്ട്. ഈ ക്ലീൻ ലോൺ സ്കീം ലോൺ ക്യാൻ ബി അവൈൽ ബൈ ദ സാലറീഡ് ഇൻഡിവിജ്വൽസ്. ഏതെങ്കിലും കമ്പനിയിൽ എവിടെയെങ്കിലും ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ഈ സ്കീം കിട്ടുള്ളൂ. അല്ലാതെ ഒന്നും ചെയ്യാത്ത ആൾക്കാർക്ക് ലോൺ ഒന്നും കൊടുക്കുന്ന ആപ്ലിക്കേഷൻ ഇല്ല. അങ്ങനെയുള്ള സാധനങ്ങളുണ്ട്. അത് വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യും. ഒപ്പം ഞങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആവശ്യമുള്ളവർ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യും. ഇനി നമുക്ക് പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട് ഇവിടെ. ഇതിവിടെ ടോൾ ഫ്രീ നമ്പർ ഉണ്ട്. അതിനകത്ത് താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിൽ കോൾ ചെയ്യുക. അടുത്ത നമ്പർ ഉണ്ട്, ഇത് കോൾ ചെയ്യുക. ഡിജിറ്റൽ കംപ്ലൈൻസ് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൾ ചെയ്യുക. കോൾ ചെയ്യാനുള്ള നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്ത് തന്നെ കോൾ ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ട ചോദിക്കുക. ഇല്ലെങ്കിൽ തൊട്ടടുത്ത IOB ബാങ്കിൽ പോയി കഴിഞ്ഞാൽ അവിടുന്ന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു കസ്റ്റമർ കെയർ നമ്പർ. ഈ നമ്പറിൽ വിളിക്കാൻ പറ്റും. ലെൻഡ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞ ഒരു ടീമിന്റെ ഒരു പോർട്ടലാണ് ഈ കാണുന്നത്. ഇതിനകത്ത് എലിജിബിലിറ്റി ചെക്ക് ചെയ്യാൻ പറ്റും. അപ്ലൈ ഫോർ ലോൺ, ട്രാക്ക് ലോൺ, ഇൻകംപ്ലീറ്റ് ലോൺ ആപ്ലിക്കേഷൻ. നിങ്ങൾ ലോൺ ആപ്ലിക്കേഷൻ ഇപ്പൊ തന്നെ ട്രൈ ചെയ്യാം. ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അത് പിന്നീട് ബാക്കി ഫില്ല് ചെയ്യാൻ പറ്റും. എലിജിബിലിറ്റി ചെക്ക് ചെയ്യുക, അത് കഴിഞ്ഞ് അപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഇൻകംപ്ലീറ്റഡ് ആണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. കുറെ ഡീറ്റെയിൽസ് ഒന്നും ഇല്ലെങ്കിൽ ട്രാക്ക് ചെയ്യാൻ പറ്റും, ലോൺ ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇത്രയൊക്കെ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൺലൈനിലൂടെയാണ് എല്ലാ പ്രോസസ്സും. നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ പറഞ്ഞ NBFCകൾ ഒരുപാട് ആപ്പുകൾ വന്നിട്ട് മൊത്തത്തിൽ ബാങ്കുകളുടെ കഞ്ഞൂടി മുട്ടിച്ചിരിക്കുകയാണ്. കാരണം എല്ലാവരും ഈ പറഞ്ഞ ആപ്പിന്റെ ബാക്കിലാണ്. ബാങ്കിൽ നിന്ന് ആരും ലോൺ എടുക്കുന്നില്ല. ഫണ്ട് മൊത്തം അവിടെ ലോഡായി കിടക്കുകയാണ്. ഇത് ആർക്കും കൊടുത്തെങ്കിലല്ലേ എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റ് കിട്ടിയിട്ട് ബാങ്കിലും ജീവനക്കാർക്കും ജീവിക്കാൻ പറ്റും. അതുപോലെ ഇൻവെസ്റ്റേഴ്സിന് പൈസ കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ബാങ്ക് എന്ത് ചെയ്യും? അതുകൊണ്ട് എല്ലാവരും ഇൻസ്റ്റന്റ് ലോൺ, പേഴ്സണൽ ലോൺ എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിലെ പ്രോസസ് ഒക്കെ ആയിട്ട് ഇപ്പോൾ എല്ലാ ബാങ്കുകളും ഇറങ്ങിയിരിക്കുകയാണ്. നിങ്ങളുടെ ബാങ്കിന്റെ ആപ്ലിക്കേഷൻ തുറന്നു കഴിഞ്ഞാൽ അതിനകത്ത് പേഴ്സണൽ ലോൺ ചിലപ്പോൾ പ്രീ അപ്രൂവ്ഡ് ആയിട്ടുണ്ടാവും. ലക്ഷങ്ങൾ പ്രീ അപ്രൂവ്ഡ് ആയിട്ടുണ്ട്. എവിടുന്ന് നിങ്ങൾക്ക് ലോൺ കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും. ഇനി ബാങ്കുകൾ പോലും നിങ്ങളുടെ ഫോണിലേക്ക് കോൾ വിളിച്ച് സാർ ലോൺ ഉണ്ട് വേണോ എന്ന് ചോദിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത്. അതിന്റെ കാരണം ഇൻസ്റ്റന്റ് ഒരുപാട് ലോൺ ആപ്ലിക്കേഷൻസിന് RBI അപ്രൂവൽ കൊടുത്തത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ IOBയുടെ ലോൺ ആവശ്യമുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് IOBയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് അപ്ലൈ കാര്യങ്ങൾ ചെയ്യുക. ഇനി താല്പര്യമുള്ളവർ ബ്രാഞ്ചിൽ പോയിട്ടും ചെയ്യുക. സംശയമുള്ളവർ കോൾ ചെയ്യുക. അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കോളേജ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മാത്രം മറക്കരുത്. താങ്ക് യു സോ മച്ച്.